അതായത് പഴയ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് എത്ര പരിശുദ്ധ പ്രണയമായിരുന്നു അത് എത്ര തീക്ഷ്ണമാണെങ്കിലും അതിനൊരു അല്ല അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതിങ്ങനെ പബ്ലിക് ഇങ്ങനെ എല്ലാവരും കാണുക ആ ഒരു രീതിയിലല്ല. പക്ഷെ ഇന്നത്തെ എന്ന് വെച്ചാല് അത് വളരെ പരസ്യമാണ്. ആർക്കും എവിടെയും എന്തിനും ഞാൻ കോളേജ് എന്താണ് പരിശുദ്ധ പ്രണയത്തിന്റെ ഒരു പരിശുദ്ധ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പവിത്രത പരിശുദ്ധ പ്രണയത്തിൽ വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ഈ പ്രണയത്തിൽ ഈ പവിത്രത എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു, അവിടെ വരെ പരിശുദ്ധം. അടുത്ത വീട്ടുകാരന്റെ കൂടെ ഞാൻ പോയി കഴിയുമ്പോ പോകുന്നത് അത് മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. റെസ്പെക്ട് അഫ്കോഴ്സ് വരും. നമ്മള് ഒരു പാർട്ട്ണറുമായിട്ട് ഇമോഷണലി കണക്ട് ആയതിനു ശേഷമാണ് ഈ പറയുന്ന റെസ്പെക്ടിന്റെ എമൗണ്ട് കൂടുന്നത് അല്ലേ? ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായി നമ്മൾ നിലനിന്ന് പോകുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ ലോങ് ടേം ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ റെസ്പെക്ട് ഉണ്ട്, ഇമോഷണലി ഡീപ്പ് കണക്ഷൻ ഉണ്ട്. സൈക്കോളജിസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ ആദ്യം റെസ്പെക്ട് ഇല്ലാതെ വെറും ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രണയം നമുക്ക് പറയാൻ പറ്റും? അത് നമ്മളും ജസ്റ്റ് അംഗീകരിക്കും.